ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടൻ ജയറാം ഇന്നലെ ഇഡിക്ക് മുൻപാകെ ഹാജരായിരുന്നു. രാവിലെ 11 മണിയോടെയാണ് ജയറാം ഇഡി ഓഫീസിലെത്തിയത്. നടന്ന സംഭവങ്ങളുടെ സത്യാവസ്ഥ പുറത്തുവരണമെന്നും കുടുങ്ങാൻ ഉള്ളവരെല്ലാം കുടുങ്ങട്ടെയെന്നും സത്യം പുറത്തു കൊണ്ടുവരേണ്ടത് തന്റെ കൂടി കടമയാണെന്നും ജയറാം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. ശബരിമല എന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക വികാരമാണ്. ജാതിമത ഭേദമന്യേ എല്ലാവരും എത്തുന്ന ഒരു പുണ്യസ്ഥലമാണ് ശബരിമല. അവിടെ ഇത്തരം തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ ഓരോ മലയാളിയും ബാധ്യസ്ഥനാണ്. ആ മലയാളിയുടെ കൂട്ടത്തിലാണ് ഞാനും. കഴിഞ്ഞ 38 വർഷമായി കേരളത്തിനകത്തും പുറത്തുമുള്ള ക്ഷേത്രങ്ങളിൽ പലതരത്തിലുള്ള പൂജ, ആനയെ നടക്കിരുത്തൽ, നടസമർപ്പണം ഇതിനൊക്കെ ആദ്യം ക്ഷണിക്കുന്നത് എന്നെയാണ്. അത്തരത്തിലാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട ആളുകൾ പൂജക്കായി പലതവണ എന്നെ വിളിച്ചുകൊണ്ടുപോയത്. എല്ലാം ഭംഗിയായി പര്യവസാനിക്കട്ടെ. ഇനിയും ആരെങ്കിലും കുടുങ്ങാനുണ്ടെങ്കിൽ അവരും കുടുങ്ങട്ടെ. അയ്യപ്പൻ അവരെയൊന്നും വെറുതെ വിടില്ല. 50 വർഷമായി ശബരിമലയിൽ പോകുന്ന അയ്യപ്പ ഭക്തനാണ് താൻ. എൻ്റെയും കൂടി കടമയാണ് ഇത് വെളിച്ചത്ത് കൊണ്ടുവരിക എന്നതും ജയറാം പറയുന്നു. ശബരിമലയിലെ കട്ടിളപ്പാളിയും വാതിലും പോറ്റി പല സ്ഥലത്തും കൊണ്ടുപോയി പൂജകളും പ്രാർത്ഥനകളും നടത്തിയിരുന്നു. ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലും ഇത്തരത്തിൽ പൂജ നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ജയറാമിനെ ചോദ്യം ചെയ്തിരുന്നു. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ടെന്ന് ജയറാം അന്ന് മൊഴി നൽകുകയും ചെയ്തു. എന്നാൽ തട്ടിപ്പിൽ പങ്കില്ലെന്നും പോറ്റിയുമായി ശബരിമലയിൽ വെച്ചുള്ള ബന്ധമാണെന്നും ജയറാം പറഞ്ഞിരുന്നു. ശബരിമലയിൽ നിന്നാണ് ബന്ധം തുടങ്ങിയതെന്നും പോറ്റിയുമായി സാമ്പത്തിക ഇടപാടില്ലെന്നും ജയറാം ഇഡിക്ക് മുൻപാകെയും പറഞ്ഞു. ശബരിമലയിലെ വിശ്വാസി എന്ന നിലയ്ക്കാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. വീട്ടിലേക്ക് സ്വർണ്ണപ്പാളികൾ എത്തിച്ച് പൂജ നടത്തിയപ്പോൾ ദക്ഷിണ കൊടുത്തിരുന്നു. മറ്റിടപാടുകളൊന്നും തന്നെ ഇല്ലെന്നും ജയറാം ഇഡിക്ക് മൊഴി നൽകി. ജയറാമിന്റെ മൊഴി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കുമെന്നും ഇഡി അറിയിച്ചിട്ടുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ വളരെ നിഷ്കളങ്കമായിട്ടാണ് ജയറാം സംസാരിക്കുന്നത്. അതിവിനയവും എളിമയും എന്നും ഇദ്ദേഹത്തിന്റെ ഒപ്പമുണ്ട്. ഇപ്പോൾ തീവ്രമായ ഭക്തിയാണ് പുറത്തു വരുന്നത്. സ്വർണം കട്ടവരെയെല്ലാം അയ്യപ്പൻ പിടിക്കും, ശിക്ഷിക്കും, ആരെയും വെറുതെ വിടില്ല എന്നൊക്കെയാണ് അടിച്ചുവിടുന്നത്. ഈ സ്വർണ്ണക്കള്ളൻ ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടിളപ്പടിയുമായി വീട്ടിൽ വന്നപ്പോൾ അയാൾ കള്ളനാണെന്ന് അയ്യപ്പൻ എന്താണ് ജയറാമിനെ അറിയിക്കാതിരുന്നത്? വെറുതെ കുറച്ചു ദിവസം ഇഡിയും SITയും ജയറാമിനെ ചോദ്യം ചെയ്യട്ടെ എന്ന് കരുതിയാണോ? കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും കൊള്ള നടന്നിട്ടുണ്ട്. വിഗ്രഹം മോഷണം പോയിട്ടുണ്ട്. അതൊക്കെ പിടിച്ചത് അവിടെ ഇരിക്കുന്ന ദൈവങ്ങളല്ല, പോലീസും അന്വേഷണ സംഘങ്ങളുമാണ് അതിന്റെ പുറകെ നടന്ന് കള്ളന്മാരെ പിടിച്ചത്. അവർ ശിക്ഷിച്ചത് ഇവിടുത്തെ കോടതികളാണ്, നിയമമാണ്. ശബരിമലയിൽ അയ്യപ്പന്റെ രക്ഷകർത്താവിന്റെ സ്ഥാനമുള്ള തന്ത്രിയാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. ഭക്തി വിറ്റ് കോടികൾ ഉണ്ടാക്കിയവരാണ് തന്ത്രി കുടുംബം. എന്നിട്ടും ജയറാം സാറിന്റെ ഡയലോഗ് എല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളും എന്ന് തന്നെയാണ്. ഇപ്പോൾ ശബരിമല കൊടിമര കൊള്ളയിൽ നിർണായകമായ കണ്ടെത്തൽ വീണ്ടും ഉണ്ടായിട്ടുണ്ട്. കൊടിമരത്തിൽ ഉപയോഗിച്ചതിന്റെ ബാക്കി സ്വർണത്തിന്റെ കണക്കില്ല. 30 പവൻ സ്വർണം ബാക്കി വന്നെന്നാണ് ദേവസ്വം ബോർഡിന്റെ അനുമാനം. ഈ സ്വർണം താഴികക്കുടത്തിൽ പൂച്ചുകയോ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത കുറവുണ്ട്. കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്കായി 9 കിലോ 570 ഗ്രാം സ്വർണമാണ് ദേവസ്വം ബോർഡിന്റെ കയ്യിലുണ്ടായിരുന്നത്. അതിൽ 9 കിലോ 340 ഗ്രാം സ്വർണമാണ് ഉപയോഗിച്ചത്. ബാക്കി വന്ന 30 പവൻ സ്വർണത്തിന്റെ കണക്കുകൾ ദേവസ്വം ബോർഡിന്റെ കയ്യിലില്ല. കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്കായി ഭക്തർ സംഭാവന ചെയ്ത 412 ഗ്രാം ഉൾപ്പെടെയുള്ള സ്വർണത്തിന്റെ കണക്കുകളാണ് അവിടെ ഇല്ലാത്തത്. 27 ഭക്തരിൽ നിന്ന് സംഭാവനയായി ലഭിച്ച 412 ഗ്രാം സ്വർണമാണ് കാണാതായിരിക്കുന്നത്. എന്നാൽ ഇതിൽ ചില ഭക്തർ നൽകിയ സ്വർണത്തിന് രേഖകളില്ല. 27-ൽ 12 പേർക്കും രസീത് നൽകാതെയാണ് സംഭാവന സ്വീകരിച്ചിരിക്കുന്നത്. സംഭാവന നൽകിയവരിൽ സിനിമാ നടന്മാരും നിർമ്മാതാക്കളും ഉണ്ടെന്നും വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഇത് ഇവിടം കൊണ്ടൊന്നും തീരുന്ന ഒരു കേസല്ല. വർഷങ്ങളോളം നടത്തിപ്പോന്ന ഒരു വലിയ കവർച്ചയുടെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പണവും ഐശ്വര്യവും കിട്ടാനേ ഭക്തന്മാർ ദൈവത്തിന് കാണിക്കയിടുന്നു. ആ പണം കപടഭക്തരായ കുറേ പേർ ചേർന്ന് അടിച്ചു മാറ്റുന്നു. എന്നിട്ട് അവരെയെല്ലാം കണ്ടുപിടിച്ച് ശിക്ഷിക്കേണ്ട ചുമതലയും അയ്യപ്പന് തന്നെ കൊടുക്കുന്നു.